ഇവനാണ് ഇന്ത്യയിലെ ടൊയോട്ടയുടെ മോൺസ്റ്റർ. 1,00,00,000 രൂപയുടെ ഫീച്ചേഴ്സ് ഒന്നും ഈ വണ്ടിയിൽ ഇല്ലെന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ അത്രത്തോളം കംഫർട്ട് ഈ ഒരു വാഹനം തരുന്നില്ലെന്ന് പറയുമ്പോഴും, ഒരു വാഹനത്തിന്റെ പർപ്പസ് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് അതിന്റെ എഞ്ചിൻ അത് എത്രത്തോളം മികച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് വാങ്ങുമ്പോഴാണ് ഒരു റിയൽ ആയിട്ടുള്ള കാർ ലവറിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവനൊരു മുതൽ തന്നെയാണ്. പിന്നെ ലാഡർ ഓൺ ഫ്രെയിമിൽ വരുന്ന ഇത്രയും വലിയൊരു SUV-ക്ക് ഇത്രയും കംഫർട്ടൊക്കെ എന്തായാലും കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 2.7 ലിറ്റർ പെട്രോൾ എഞ്ചിനും 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് ഇവന്റെ ഹൃദയം എന്ന് പറയുന്നത്. ഇവന്റെ പെട്രോളിൽ നമുക്ക് ആക്ച്വലി 4x4 കിട്ടുന്നില്ല, റിയർ വീൽ ഡ്രൈവ് ഓപ്ഷൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഡീസലിലേക്ക് വരുമ്പോഴത്തേക്ക് 4x4 ഉണ്ട്. അതുപോലെ തന്നെ 6-speed ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 48 വാൾട്ടിന്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടെ ഈ ഒരു വാഹനത്തിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 500 ന്യൂട്ടൺ മീറ്ററിന്റെ ഒരു മാസീവ് ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റിലും വലിയ ലാഗൊന്നും ഫീൽ ഇല്ലാത്തത് ഇവന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇന്നോവയെ പോലെ തന്നെ വലിയ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവൻ തന്നെയാണ് സെഗ്മെന്റിലെ ഹീറോ എന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. പിന്നെ ടയറുടെ റിലയബിലിറ്റി നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ 60 ലക്ഷം ആണെങ്കിലും 70 ലക്ഷം ആണെങ്കിലും ആ കാശ് കൊടുത്ത് മേടിക്കാനായിട്ട് ആ സെഗ്മെന്റിൽ ആളുകളുണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇവൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ടയോട്ട എങ്ങനെ ഇതിൽ ഫീച്ചേഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ എഞ്ചിൻ ഓപ്ഷൻസ് വേറെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടി വരും. ഇനിയിപ്പോൾ ഹൈക്രോസ് റീബാഡ് ചെയ്തതുപോലെ ഇതും റീബാഡ് ചെയ്ത് മാരുതി സുസുക്കി ഇറക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉപകാരമായേനെ. കാരണം നമുക്കും കൂടെ ഈ വണ്ടി അഫോർഡബിൾ ആവുമല്ലോ. അതുപോലെ തന്നെ ഇവന് തക്ക ഒരു എതിരാളി ഈ സെഗ്മെന്റിൽ വരുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേരെ.